കേരളത്തിന് ഇത്രയും അടിപൊളിയാക്കുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. ഒരു വെറും 7,000 രൂപ ശമ്പളം അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ അത് തീർച്ചയായും അതൊന്നും തികയുന്നതല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് അവർ ചോദിക്കുന്ന ന്യായമായ വേതനം കൊടുക്കണം. ചായ കുടിക്കാൻ ഇറങ്ങിയാൽ തന്നെ നല്ലൊരു പൈസയാണ് നമുക്ക് ചിലവാകുന്നത്. അവർക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ സർക്കാർ കേൾക്കണം. ഞാൻ ദിവസം ഈ വഴി പോയി വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെ ഈ സമരം കാണുന്നുണ്ട്. അവർക്ക് ഈ ഒരു ശമ്പളം പോരാ എന്ന് വേണം പറയാൻ. ഒരു ഹെൽത്തായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്കത് ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. സെക്രട്ടറിൻ്റെ മുന്നിൽ നിന്നിട്ട് തന്നെ ഐ റിയലി വോണ്ട് ചേഞ്ച് ഇൻ ദിസ്. ഇവർക്ക് ഒരു 7,000 രൂപ അത്രയും കുറവായ ഒരു തുകയാണ്. കാരണം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണമെങ്കിൽ പോലും ഇതിനേക്കാളും നേടുന്നവരാണ് കൂടുതലും. സാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച് ശമ്പളം അതിനനുസരിച്ച് മാറണം. അപ്പോൾ സാധനങ്ങൾക്ക് മാത്രം വിലക്കയറ്റം ഉണ്ടാകുന്നു, ശമ്പള വർധന മാത്രം ഉണ്ടാകുന്നില്ല. 7,000 രൂപയ്ക്ക് ഒരു കുടുംബത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇവർക്ക് എന്തായാലും 21,000 വളരെ കുറവാണ്. അത്രയൊന്നും കൊടുത്താൽ പോരാ. അപ്പോൾ പറ്റുന്നത്ര ഗവൺമെൻറ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവർ ഒരു 7,000 രൂപയ്ക്ക് വീട്ടിലെ കാര്യവും യാത്രാ ചെലവും പിള്ളേരുടെ കാര്യവും ഭക്ഷണം മരുന്ന് ഒക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്തോരം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരിങ്ങനെ ഒരു ന്യായമായ വേതനം ആവശ്യപ്പെടുമ്പോൾ അതും ഒരു 2 ആഴ്ച ഒക്കെ ആവാറായി അവരിപ്പോൾ ഇങ്ങനെ സമരം ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നാളായിട്ടും അവർ ചോദിക്കുന്ന ഒരു കാര്യത്തിനും ഒരു മറുപടി ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അർഹതപ്പെട്ടാണ് അവർ ചോദിക്കുന്നത്. അവരുടെ ആവശ്യം ന്യായമാണെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. എൻ്റെ ഫാമിലിയിലും എൻ്റെ ഒരു വലിയ ആശാ വർക്കറാണ്. അപ്പോൾ പുള്ളിക്കാരി 24 hours വർക്കാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും. അതും സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ ഇത്രയും നാളായിട്ട് ഇവർ കിടന്നിട്ടും ഒന്ന് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു ഹ്യൂമൻ റൈറ്റ്സിന് തന്നെ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐ സ്ട്രോങ്ലി കണ്ടെം ദിസ്.